ചാലക്കുടി മണ്ഡലത്തിൽ തെരഞ്ഞെടുപ്പിൻ്റെ പ്രചരണ ചൂടിലാണ്. ഇലക്ഷൻ വളരെ അടുത്ത്. എവിടം വരെ എത്തി സാർ? ഇപ്പോൾ വാഹന പര്യടനമാണ്. 2 വട്ടം മണ്ഡലങ്ങളിലൊക്കെ ചുറ്റിക്കറങ്ങാൻ കഴിഞ്ഞിട്ടുണ്ട്. ജനങ്ങളുമായിട്ട് നേരിട്ട് സംവദിക്കാനുള്ള അവസരം ധാരാളം ഉണ്ടായിട്ടുണ്ട്. ഓരോ റൗണ്ട് കഴിയുന്തോറും ആത്മവിശ്വാസം കൂടി വരികയാണ്. ജനങ്ങൾ കൂടുതൽ LDFിൽ വിശ്വാസം അർപ്പിക്കുന്നു എന്ന് ബോധ്യമാവുകയാണ്. അത് ഇപ്പോൾ വാഹന പര്യടനത്തിൽ അവർ വഴിയിലൂടെയും വീട്ടിലുമൊക്കെ നിന്ന് ഉണ്ടാകുന്ന റിഫ്ലക്സ്, പിന്നെ നേരിട്ടുള്ള സംവാദത്തിൽ നിന്ന് കിട്ടുന്ന ആശയങ്ങൾ, അതൊക്കെ അടക്കം വളരെ അനുകൂലമായിട്ടുള്ള ഒരവസ്ഥ ഉണ്ട്. കേരളത്തിൻ്റെ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്നു. വളരെ നല്ല പ്രവർത്തനമായിരുന്നു സാറ് ആ കാലഘട്ടത്തിൽ കാഴ്ചവെച്ചത്. അപ്പം ചാലക്കുടി സാറിന് അറിയാം, തൊട്ടടുത്ത മണ്ഡലത്തിൽ പുതുക്കാട് സാർ MLA ആയിരുന്നു. എന്തെല്ലാം വികസന സ്വപ്നങ്ങളാണ് ഈ ചാലക്കുടിയെക്കുറിച്ച് സാർ ഇവിടെ മത്സരിക്കാനായിട്ട് വരുമ്പോൾ ഉള്ളത്? ഇവിടെ LDF നവചാലക്കുടി എന്നുള്ളൊരു സങ്കല്പം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഇതിനോട് പറഞ്ഞു കഴിഞ്ഞിട്ടുള്ളതാണ്. നവകേരള എന്നുള്ള സങ്കല്പത്തിനോട് ചേർന്ന് നിന്നുകൊണ്ട് നവചാലക്കുടി, അതൊരു ഇടതുപക്ഷ പരിപ്രേക്ഷ്യത്തിലുള്ള വികസനമാണ്. കെട്ടുകാഴ്ചകൾ മാത്രമാണ് വികസനം എന്നുള്ള ഒരു ഇപ്പോഴത്തെ ലോകാവസ്ഥയിൽ നിന്ന് വ്യത്യസ്തമായി അധ്വാനിക്കുന്ന മനുഷ്യൻ്റെ ജീവൽ പ്രശ്നങ്ങൾ പടിപടിയായി പരിഹരിക്കപ്പെടുന്നതാണ് വികസനത്തിൻ്റെ അടിത്തറ. അതുപോലെ പാർശ്വവൽക്കരിക്കപ്പെടാത്ത ജനതയെ സൃഷ്ടിക്കലാണ് വികസനത്തിൻ്റെ അടിത്തറ എന്നുള്ളതാണ് നവചാലക്കുടിയുടെ ആശയപരമായ അടിത്തറ. അപ്പോൾ ആ ആശയം ഉള്ളിൽ വെച്ചുകൊണ്ട് കൃത്യമായിട്ട് ആധുനിക സംവിധാനങ്ങളെല്ലാം ഉപയോഗിച്ച് ഹൈടെക് എന്ന രീതിയിലുള്ള ഏറ്റവും ആധുനിക ഇപ്പോൾ ആശുപത്രി, വിദ്യാഭ്യാസം ഒക്കെ ആണെങ്കിൽ ഏറ്റവും ആധുനികത. അതേസമയം പരിസ്ഥിതി നിലനിൽക്കത്തക്ക രീതിയിലും പ്രകൃതിയോട് ചേർന്ന് നിലനിൽക്കത്തക്ക രീതിയിലും അങ്ങനെ എല്ലാം ഉദ്ഗ്രഥിച്ച ഒരു ലെഫ്റ്റ് പെർസ്പെക്റ്റീവിലുള്ള ഒരു വികസനം, അത് യഥാർത്ഥത്തിൽ ഒരു മാതൃകയാവും. ഇപ്പോൾ തന്നെ ഞാൻ തന്നെ പല വീഡിയോസും ഇപ്പോൾ നവചാലക്കുടി എന്ന് പറഞ്ഞ് യൂട്യൂബിലൊക്കെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നവചാലക്കുടി എന്ന് പറയുന്നത് ചാലക്കുടിയുടെ അടിസ്ഥാന പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കാൻ കഴിയുന്ന ഒരു വികസന സങ്കല്പമാണ്. അതാണ് മുന്നോട്ട് വെച്ചിട്ടുള്ളത്. പുതുക്കാട് സുസ്ഥിര വികസന പദ്ധതി എന്നൊരു പദ്ധതി നടപ്പാക്കിയിരുന്നു. അത് തന്നെ ആ സുസ്ഥിര പദ്ധതി തന്നെ ഇവിടെ നടപ്പിലാക്കുക എന്ന രീതിയിലാണ്. സുസ്ഥിര വികസന പദ്ധതിയിലാണ് പുതുക്കാട് കുറേ പ്രസിദ്ധമായതും കുറേ പദ്ധതികൾ വിജയിപ്പിക്കാൻ കഴിഞ്ഞത്. സാർ, ഞങ്ങൾ ഈ ഒരു പ്രോഗ്രാമായിട്ട് നമ്മൾ കേരളത്തിലെ എല്ലാ മണ്ഡലത്തോട് യാത്ര ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് മലയോര മേഖലയിൽ, ഇപ്പോൾ ചാലക്കുടി മണ്ഡലത്തിൻ്റെ കുറേ ഭാഗം മലയോര മേഖലയിലുണ്ട്. അവിടെ എല്ലാം ജനങ്ങൾ വളരെ ആശങ്കയിലും പേടിയിലുമാണ്. അത് ഇപ്പോൾ വരുന്ന ഒരു വന്യമൃഗ ആക്രമണം എന്നൊരു വിഷയമാണ്. കൃഷി ചെയ്യാൻ സാധിക്കുന്നില്ല. ചാലക്കുടി മണ്ഡലത്തിലും ഈ ഒരു പ്രശ്നം ജനങ്ങൾ ആശങ്ക ഒരുപാട് ഉന്നയിക്കുന്നുണ്ട്. ഒപ്പം തന്നെ ഈ ഒരു ചാലക്കുടി മണ്ഡലം തന്നെ കടലോര പ്രദേശത്തും കൂടി ചേർന്ന് കിടക്കുന്നതാണ് കൊടുങ്ങല്ലൂർ ഭാഗങ്ങളെല്ലാം. അവിടെ മത്സ്യത്തൊഴിലാളികൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ, ഈ 2 വിഷയങ്ങളിൽ സാറ് MP ആവുമ്പോൾ എന്ത് രീതിയിലുള്ള ഒരു ജനങ്ങൾക്ക് ആശ്വാസമായി എന്ത് നടപടിയാക്കി എടുക്കാം? അതുകൂടി ചേർത്താണ് നവചാലക്കുടിയിൽ വരുന്നു ഇതെല്ലാം. അതിൻ്റെ ഒരു പ്രത്യേക ഭാഗം ചോദിച്ചു. നവചാലക്കുടിയിൽ തീരപ്രദേശം വരും, പിന്നെ മലയോര പ്രദേശം വരും, ഇടനാടും വരുന്നു. അപ്പോൾ മലയോര പ്രദേശം അല്ലെങ്കിൽ ഇതിൽ തീർച്ചയായിട്ടും ഇതിൽ വരുമ്പോൾ ആ സങ്കല്പം ഉൾക്കൊണ്ടുകൊണ്ട് അടിസ്ഥാന പ്രശ്നങ്ങൾ പരിഹരിക്കുക എന്നുള്ളതിലാണ് വരുന്നത്. അങ്ങനെ വരുമ്പോൾ അതിൽ പല കാരണങ്ങളുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ടത് ഇപ്പോൾ കേന്ദ്ര നിയമം ഇതിന് തടസ്സമാണെന്നുള്ളതാണ് ഇപ്പോഴത്തെ പ്രശ്നം. ഇപ്പോൾ ലോക്സഭയിൽ എത്തിയാൽ ഏറ്റവും പ്രധാനമായിട്ട് ഉന്നയിക്കുക ഈ കേന്ദ്ര നിയമം മാറ്റണം എന്നുള്ളതാണ്. അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ, സൈദ്ധാന്തികമായി മാത്രമല്ല, നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവിടെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് എന്നുള്ളതുകൊണ്ട് അതിൻ്റെ വെളിച്ചത്തിൽ, ഇപ്പോൾ ചാലക്കുടിയൊക്കെ അനുഭവിച്ച പ്രശ്നത്തിൻ്റെ വെളിച്ചത്തിൽ മാറ്റേണ്ട നിയമങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ള ഒരു അവതരണം ലോക്സഭയിൽ നടത്താൻ വേദി കിട്ടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആ നിയമം മാറ്റാനുള്ള ഇടപെടൽ നടത്താൻ പറ്റും. ഒന്ന്, അത് മാത്രം പോരാ. ഇപ്പോൾ കാട് എന്നുള്ളത് ശരിക്കും വനമാണ്. വനം നൈസർഗികമായിട്ടുള്ള വനമായിട്ട് മാറണം. എന്താണെന്ന് വെച്ചാൽ നൈസർഗിക വനത്തിലാണ് മൃഗങ്ങളും സസ്യങ്ങളും വെള്ളവും വായുവും എല്ലാ പക്ഷികളും എല്ലാം സന്തുലിതമായി ഉണ്ടാവുക. ആ വാക്ക് വളരെ പ്രധാനപ്പെട്ടത്. ഇക്വിലിബ്രിയം സ്റ്റേജ് എന്നാണ് അതിന് പറയും. അപ്പോൾ അങ്ങനെ ഇക്വിലിബ്രിയം സ്റ്റേജ് ആണെങ്കിൽ ഇവയ്ക്ക് പുറത്തോട്ട് വരേണ്ട പ്രശ്നം വരില്ല. വെള്ളമില്ല എന്നുള്ള പ്രശ്നമേ വരില്ല, മനസ്സിലായോ? ഭക്ഷണമില്ല എന്നുള്ള പ്രശ്നമേ വരുന്നില്ല. പിന്നെ അവർ നാട്ടിലേക്ക് ഇറങ്ങേണ്ട ആക്സിഡൻ്റലായിട്ട് ചിലപ്പോൾ ഇറങ്ങി വന്നാൽ എന്നല്ലാതെ അത് ഒരു ആവശ്യം എന്ന നിലയിലേക്ക് ഇറങ്ങി വരേണ്ട കഴിയില്ല. അപ്പോൾ ഒന്ന് ഈ നൈസർഗിക വനം എന്നുള്ളത്, അതിപ്പോൾ ഒരു MP എന്നുള്ള നിലയ്ക്ക് വനം ഉണ്ടാക്കാൻ പറ്റുന്നതല്ല അതിൻ്റെ അർത്ഥം. എങ്കിലും ഒരു ആശയം മുന്നിൽ വെച്ച് നമ്മുടെ എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളടക്കം ജനകീയമായി ഒരു നൈസർഗിക വനസൃഷ്ടി എന്നുള്ളത് തുടങ്ങി വയ്ക്കാവുന്ന ഒന്നാണ്. കാരണം ഇത് ശാശ്വത പരിഹാരം ഇതിന് കാണണം.
കേരളത്തിൽ മാത്രമല്ല, ഇത് ലോകം മുഴുവൻ ഈ ഈ ഈ പിന്നെ ഹ്യൂമൻ അനിമൽ കൺഫ്രണ്ടേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതങ്ങനെ വരാൻ്റെ കാരണം ഈ നൈസർഗിക വനത്തിൻ്റെ നഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ട് അത്. മൂന്നാമത്തത് ഈ ഫെൻസ് ചെയ്യാം, പലതും ഫെൻസ് ചെയ്യാം. അപ്പോൾ പലതരത്തിലുള്ള ഫണ്ടുകളും ഈ ഇൻ്റഗ്രേഷൻ എന്ന് പറഞ്ഞൊരു പ്രക്രിയയുണ്ട്. നവകേരളയിലെ ഏറ്റവും നവചാലക്കുടിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആശയം ഇൻ്റഗ്രേഷൻ ഓഫ് ഫണ്ട്സാണ്. പല ഫണ്ടുകളും പരസ്പര ബന്ധമില്ലാതെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാം ഇൻ്റഗ്രേറ്റ് ചെയ്ത് ഫണൽ പോലെ നമ്മളൊരു ഫണലിൽ വെള്ളം എവിടെ ഒഴിച്ചാലും ആ വെള്ളം ഒരൊറ്റ ദിക്കിലേക്ക് വരുള്ളൂ. അതുപോലെ പല മേഖലയിലുള്ള ഫണ്ടുകളും ഇൻ്റഗ്രേറ്റ് ചെയ്താൽ അത് ഒരു സ്ഥലത്തേക്ക് വരും. അതാണ് ഇൻ്റഗ്രേഷൻ എന്നുള്ള കോൺസെപ്റ്റ്. അപ്പോൾ അങ്ങനെ ഫണ്ട്സ് ഇൻ്റഗ്രേറ്റ് ചെയ്താൽ ഇതിന് കുറേ ഫണ്ട് കിട്ടും. അപ്പോൾ പ്രായോഗികമായി ഫെൻസ് ചെയ്യുക. അത് സോളാർ ഫെൻസിങ് ഉണ്ട്, പിന്നെ കാന കോരിയിട്ടുള്ള തരത്തിലുള്ളതുണ്ട്, അങ്ങനെ പലതരത്തിലും. ഒരു 3 തരമാണ് ഞാൻ പറഞ്ഞത്. ഒന്ന്, അതിൻ്റെ നിയമം മാറ്റാൻ ഇടപെടുക. 2, വനം തന്നെ അതാണ് ഏറ്റവും പ്രധാനം, നൈസർഗികമാക്കുക. അതിലൂടെ വരുന്ന പല മൃഗങ്ങളും പിന്നെ വരാനുള്ളത് ഫെൻസ് ചെയ്യുക. പിന്നെ ഇതൊക്കെ എങ്ങനെ നടപ്പാക്കും എന്ന് ചോദിച്ചാൽ അത് ജനകീയമായി എന്നുള്ളതാണ്. പിന്നെ ഫോറസ്റ്റുകാരെ ഏൽപ്പിക്കുക എന്നുള്ളതല്ല. ഫോറസ്റ്റും ഉണ്ടാവും, അവിടെയുള്ള കാട്ടിൽ വസിക്കുന്ന ജനങ്ങളുണ്ടാവും, നാട്ടിലെ ജനങ്ങളുണ്ടാവും. അത് 4ാമത്തെ തലമാണ്. ജനകീയമായിട്ട് ഡീസെൻട്രലൈസ് ചെയ്താണ് ഇത് നടപ്പാക്കുക. അതുകൊണ്ട് വനം ഒന്നിച്ചുണ്ടാക്കുക എന്നുള്ളത് ഒരു വലിയ ഹ്യൂജ് പ്രക്രിയയായിട്ട് തോന്നും ഇപ്പോൾ പറയുമ്പോൾ. അത് പക്ഷേ അത് ഡീസെൻട്രലൈസ് ചെയ്താൽ അത് ലോക്കലൈസ് ചെയ്യും. അപ്പോൾ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ഇപ്പോൾ 33% ഹരിതാവരണം വേണം എന്നുള്ളതാണ് ശരിക്കുള്ള ഒരു നാച്ചുറൽ കോൺസെപ്റ്റ്. പക്ഷേ ഇപ്പോൾ 8% ഹരിതാവരണം ഉള്ളൂ എന്നാണ് പറയുന്നത്. അപ്പോൾ എത്ര കണ്ട് ഹരിതാവരണം വർദ്ധിപ്പിച്ചെടുക്കാമോ അത്ര കണ്ട് കാടിൻ്റെ നൈസർഗികത വർദ്ധിച്ചു വരുന്തോറും അവിടെയുള്ള ഈക്വിലിബ്രിയം കുറേ കൂടി മെയിൻറ്റെയിൻ ചെയ്യും. പിന്നെ അവർ ഇങ്ങോട്ട് ഇറങ്ങേണ്ട പ്രശ്നമേ വരുന്നില്ല, അവർക്ക് ആവശ്യമില്ല. ഈ വിഷയത്തിൽ കേരളത്തിൽ വരുമ്പോൾ ഇപ്പോൾ സംസ്ഥാന സർക്കാർ ചെയ്യേണ്ട ചില കാര്യങ്ങൾ ചെയ്യുന്നില്ല. വനം വകുപ്പ് അല്ലെങ്കിൽ ആ ഒരു ഫോറസ്റ്റുകാർ അതൊരു നിർജ്ജീവ അവസ്ഥയിലെത്തിയിരിക്കുന്നു എന്നൊക്കെ ജനങ്ങളുടെ ഉള്ളിൽ ഭയങ്കര ആശങ്ക അവർ പങ്കുവയ്ക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ചെയ്യണം. ഇപ്പോൾ സാറ് നേരത്തെ പറഞ്ഞ പോലെ വനം ഉണ്ടാക്കേണ്ട കാര്യത്തിൽ സർക്കാർ അതിൻ്റെ ഉള്ളിൽ തേക്ക് അങ്ങനെയുള്ള കുറേ കാര്യങ്ങളെല്ലാം വയ്ക്കുന്നതോടെ ഇതില്ലാണ്ടായതുകൊണ്ട് ഇറങ്ങി വരുന്നു. പിന്നെ മൃഗങ്ങളെ കൊല്ലാനായിട്ട് ഉള്ള ഒരു അധികാരം ഇപ്പോൾ കർഷകർക്ക്, മലയോര മേഖലയിൽ കിടക്കുന്ന കർഷകർക്ക് കൊടുക്കണം എന്ന ആവശ്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇതിനകത്തൊക്കെ ഒരു നിയമം മാറ്റാനായിട്ട്, ഇതിനകത്ത് നിയമമാണ് ഏറ്റവും കൂടുതൽ പ്രശ്നമായിട്ട് നിൽക്കുന്നത്. ഈ ഒരു നിയമം ചേഞ്ച് ചെയ്യാനായിട്ട് സാറ് നടപടി എങ്ങനെ എടുക്കും? ഞാൻ നടപടി എടുക്കല്ല, അതിനുള്ള ആവശ്യം MP എന്നുള്ളതിലേക്ക് ആവുകയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞു, ലോക്സഭയിൽ ഈ നിയമം മാറ്റാൻ ആശയങ്ങളിങ്ങനെ ഏത് തരത്തിലാണ് അവസരം കിട്ടുന്നത് അത് അനുസരിച്ച് സ്വയം മാറ്റാൻ പറയും. സംസ്ഥാന സർക്കാർ നേരത്തെ പറഞ്ഞത് നമ്മുടെ രാജ്യത്ത് വനത്തിൻ്റെ വിസ്തീർണം വർദ്ധിച്ച ഒരു സംസ്ഥാനമേ ഉള്ളൂ. 1.1 എക്സാക്ട് ഡേറ്റ എനിക്ക് ഓർമ്മയില്ല, സംതിങ് ലെസ് ദാൻ 2% വനം വിസ്തൃതി വർദ്ധിച്ചിരിക്കുകയാണ്. അത് കേരളത്തിൽ മാത്രമേ ഉള്ളൂ. ഫോറസ്റ്റിൻ്റെ സർക്കാരിൻ്റെ ഇടപെടൽ കൃത്യമായിട്ട് അത് പൂർണ്ണമായോ എന്ന് വെച്ചാൽ ഇല്ല. അതുകൊണ്ടാണ് ഈ പ്രശ്നം വരുന്നത്. പക്ഷേ ആ ദിശയിൽ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നൈസർഗിക വനസൃഷ്ടി എന്നുള്ളതാണ് അതിൻ്റെ ആത്യന്തിക ലക്ഷ്യമെങ്കിൽ അതിലേക്ക് എങ്ങനെയാണ് നമ്മൾ നടക്കുക? വനത്തിൻ്റെ വിസ്തൃതി കൂട്ടുകയും വനത്തിൻ്റെ ഡെൻസിറ്റി കൂട്ടുകയും ചെയ്തുകൊണ്ടാണ്. വനത്തിൻ്റെ വിസ്തൃതി കൂട്ടി ഒരു സംസ്ഥാനം ഇന്ത്യയിലുള്ളൂ, അത് കേരളമാണ്. ആ കേരളത്തിൻ്റെ സർക്കാരിനെയും ആ കേരളത്തിൻ്റെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിനെയും പറയുന്നത് അത് പ്രശ്നം ബാക്കി നിൽക്കുന്നതുകൊണ്ട് ജനങ്ങൾ പറയണതാവാം, അത് കുഴപ്പമില്ല. പക്ഷേ സംസ്ഥാന സർക്കാരും ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റും ഇടപെട്ട് അതുപോലെ പ്രശ്നം വരുമ്പോൾ അവർക്ക് കോമ്പൻസേഷൻ കൊടുക്കുന്നത്, കഴിഞ്ഞ ദിവസം 10 ലക്ഷം രൂപ കൊടുത്തത്. അപ്പോൾ പ്രശ്നം വന്നാൽ കോമ്പൻസേഷൻ കൊടുക്കുകയും പ്രശ്നം വരാതിരിക്കാൻ ഇപ്പോൾ ഫെൻസിങ് എന്ന് പറഞ്ഞാൽ ഞാൻ ഏകദേശം മനസ്സിലായിരുന്നു. ഈ കൃത്യ ഏരിയ ഒന്നും പറയാൻ ഇപ്പോൾ പറ്റുന്നില്ല. പല ദിക്കിലും ഫെൻസിങ് നടത്തി. ഞാനിപ്പോൾ പല ദിക്കിലും ഈ കുടുംബ യോഗങ്ങൾക്കൊക്കെ പോയപ്പോൾ നന്നായിട്ട് ഫെൻസ് ചെയ്തിട്ടുണ്ട്. അവിടെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റാണ് ഫെൻസ് ചെയ്തിട്ടുള്ളത്, നന്നായിട്ട് ഫെൻസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനിയും ഫെൻസ് ചെയ്യാനില്ലയെന്ന് വെച്ചാൽ അതുണ്ട്. അപ്പോൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് അത് ചെയ്യുള്ളൂ. ഈ ചാലക്കുടി മണ്ഡലത്തിൻ്റെ സ്വഭാവം എന്ന് പറയുമ്പോൾ വർഷങ്ങളായിട്ട് ഇടതും വലതുമായിട്ട് മാറി പരീക്ഷിച്ചിട്ടുണ്ട് ജനങ്ങൾ, ഇവിടുത്തെ ചാലക്കുടി ജനങ്ങൾ. ഈ വർഷം 2020 ഒരു സ്ഥാനാർത്ഥിത്വം കൂടി കയറിയിട്ടുണ്ട്. അതിനെങ്ങനെ സാർ നോക്കിക്കാണുന്നു ജയപരാജയങ്ങൾ? ഈ തെരഞ്ഞെടുപ്പിൽ ആർക്കും മത്സരിക്കാം, ജനാധിപത്യ രാജ്യമല്ലേ, ആർക്കും മത്സരിക്കാം. നോമിനേഷൻ കൊടുത്ത് ആർക്കും മത്സരിക്കുന്നവരോടൊക്കെ നമുക്ക് ബഹുമാനമേ ഉള്ളൂ. എല്ലാവരെയും വളരെ ബഹുമാനത്തോടു കൂടി കാണുന്നത്, ആരെയും പരസ്പരം കുറ്റം പറഞ്ഞു ഞാൻ ചെയ്യാറില്ല. അതാണ് അങ്ങനെയല്ല വേണ്ടത്. അതാണ്. പക്ഷേ ഇതെന്താണെന്നോ ഇപ്പോൾ 2020 എടുത്തു പറഞ്ഞു എന്നുള്ളതുകൊണ്ട് പറയുന്നതാണ്. ഇത് രാഷ്ട്രീയ സമരമാണ്.
ആക്ച്വലായിട്ടുള്ള രാഷ്ട്രീയ സമരമാണ്. പ്രത്യേകിച്ച് ഈ പിന്നെ ലോക്സഭ തെരഞ്ഞെടുപ്പ്, പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലൊക്കെ ചിലപ്പോൾ ചെറിയ വ്യത്യാസം ഉണ്ടാവാം. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പൊളിറ്റിക്കലാണ്. അതായത് പിന്നെ ഈ മതനിരപേക്ഷത നിലനിൽക്കണോ വേണ്ടേ, ഏറ്റവും വലിയൊരു ക്വസ്റ്റ്യനാണത്. പിന്നെ 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 ഫെഡറലിസം നിലനിൽക്കണോ വേണ്ടേ, അങ്ങനത്തെ വലിയ രാജ്യത്തെ സംബന്ധിച്ച് ചോദ്യങ്ങൾ ഉന്നയിക്കപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ പല ആവശ്യങ്ങളും പലതരത്തിലും പലരും അതിലുണ്ടാവും. പക്ഷേ ഇതിപ്പോൾ ഞങ്ങളിന്ന് ജാഥ നടത്തുന്നു, അതായത് ജനങ്ങളുടെ സമ്മതിക്കുന്നു, അങ്ങനെ ചർച്ച ചെയ്ത് അവസാനം ഇത് പൊളിറ്റിക്കലായിട്ട് മാത്രം വരും. നോക്കിക്കോളൂ, കൃത്യമായിട്ട് ലാസ്റ്റ് അതിൻ്റെ പൊളിറ്റിക്കൽ പോയിന്റിലേക്ക് എത്തും. പൊളിറ്റിക്കൽ പോയിന്റിലെത്തുമ്പോൾ UDF LDF തമ്മിലാണ് അവിടെ മത്സരം വരിക. മനസ്സിലായോ? ഇപ്പോൾ അങ്ങനെയല്ല എന്ന് തോന്നാം, പക്ഷേ അത് കയറി അതാണ് എല്ലാ തെരഞ്ഞെടുപ്പിൻ്റെയും സയൻസ്. അതാണ് ആ തെരഞ്ഞെടുപ്പിൽ ജനങ്ങളുമായിട്ട് ഇപ്പോൾ ഞങ്ങളുടെ രാഷ്ട്രീയം ചർച്ച ചെയ്യും, മറ്റുള്ളവർ അവരുടെ രാഷ്ട്രീയം ചർച്ച ചെയ്യും, ജനങ്ങൾ ഈ എല്ലാ രാഷ്ട്രീയവും ചർച്ച ചെയ്യും. അങ്ങനെ ഒരു 24-20 അങ്ങനെയൊക്കെ എത്തുമ്പോഴേക്കും യഥാർത്ഥ പൊളിറ്റിക്സ് എമർജ് ചെയ്ത് വരുന്ന പൊളിറ്റിക്സ് റൈറ്റും ലെഫ്റ്റും തമ്മിലുള്ള UDF LDF തമ്മിലുള്ള മത്സരമായിരുന്നു. അതിൽ LDF വിജയിക്കും. പൂർണ്ണ ജയപ്രതീക്ഷയാണ്. തീർച്ചയായിട്ടും, ഒരു സംശയമില്ല.